സോ ദ റൈറ്റ്സ് ഓഫ് വിമൻ അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അടുത്ത ടോപ്പിക്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് പറഞ്ഞാൽ ആദ്യത്തേത് പ്രിയാമ്പിൾ, രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൂന്നാമത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നാലാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഫൈനലി വിമൻ്റെ റിസർവേഷൻ റിലേറ്റീവ് പ്രൊവിഷൻസ്. സോ ആദ്യം തന്നെ നമുക്ക് പ്രിയാമ്പിളിലോട്ട് പോവാം. ദ പ്രിയാമ്പിൾ ഈസ് കൺസിഡേർഡ് ടു ബി ദ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മെൻ ആൻഡ് വിമനെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്ററി പ്രൊവിഷൻസ് ഒന്നും തന്നെ ഇല്ല. രണ്ടുപേരെയും ഒരേ രീതിയിലാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഫ്രേമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് നല്ലപോലെ അറിയാമായിരുന്നു എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൽ ട്രീറ്റ്മെൻറ്റും ഇനിക്വാളിറ്റീസ് ആയിരുന്നു വിമൻ പണ്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് അവർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒരുപാട് വിമന് സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തു. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റസ് ഓഫ് വിമൻ ആണ്. വിമൻ്റെ സ്റ്റേറ്റസ് ഒക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് അവരിങ്ങനത്തെ പ്രൊവിഷൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്നത്. പ്രിയാമ്പിളിലെ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഓൾ ദ സിറ്റിസൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ടു പ്രൊമോട്ട് അല്ലെങ്കിൽ ടു പ്രൊവൈഡ് ഈക്വൽ സ്റ്റേറ്റസ് ടു ബോത്ത് മെൻ ആൻഡ് വിമൻ ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മെന്നിനും വിമനും സെയിം റൈറ്റ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത്രയാണ് പ്രിയാമ്പിളിൽ പറയാനുള്ളത്. അടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം ആർട്ടിക്കിൾ 12 ടു ആർട്ടിക്കിൾ 35. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 14, 15, 16, 19, 21 ആൻഡ് 23. അപ്പോൾ ആദ്യം തന്നെ ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് വെച്ചാൽ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ദ ലോ. അപ്പം രണ്ടുപേരെയും മെന്നിനെയും വിമനെയും ഈക്വലി ആയിട്ട് വേണം ലോ ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ അകത്തുള്ളൊരു കേസാണ് എയർ ഇന്ത്യ വേഴ്സസ് നാഗേഷ് മീർസ. ഇതിൻ്റെ അകത്ത് കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ വിമൻ ഷെൽ നോട്ട് ബി ഡിനൈഡ് എംപ്ലോയ്മെൻറ്റ് മിയർലി ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഷീ ഈസ് എ വിമൻ. അപ്പോൾ ഒരു ആളെയും നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നും പറഞ്ഞു വിടാൻ പാടില്ല ഓൺലി ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് ഷീ ഈസ് എ വിമൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊവിഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14 ആണ്. ഈ പറയുന്ന കേസിൽ പെറ്റീഷണർ ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു, ഇന്ത്യൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. സോ അതിൻ്റെ ഈ ഇന്ത്യൻ എയർലൈൻസ് സർവീസ് റൂൾസ് പ്രകാരം എയർ ഹോസ്റ്റസ് ആദ്യത്തെ 4 വർഷം ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് ആദ്യത്തെ 4 വർഷത്തിൻ്റെ അകത്ത് അവർ കല്യാണം കഴിക്കാൻ പാടില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവർ പിന്നീട് കല്യാണം കഴിച്ച് പ്രഗ്നൻ്റ് ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ ജോലി അവർക്ക് നഷ്ടപ്പെടും. സോ ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ വാസ് ഫൗണ്ട് ടു ബി വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14. അടുത്തത് ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് നോ വൺ ഷുഡ് ബി ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലിജൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അപ്പം ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും മെന്നും വിമനും തമ്മിലൊന്നും പാടില്ല. അതിൻ്റെ അകത്തുള്ള കേസാണ് CB മൂത്തമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സോ ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ ഫോറിൻ സർവീസ് കോണ്ടക്ട് ആൻഡ് ഡിസിപ്ലിൻസ് റൂൾ പ്രകാരം ഒരു അൺമാരിഡ് വിമനെ മാരി ചെയ്യണം, കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗവൺമെൻറ് പെർമിഷൻ മേടിക്കണം. അത് കഴിഞ്ഞ് അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് എപ്പോൾ വേണോ അവരെ റിസൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും ഇഫ് ദേ ഫൈൻഡ് ദാറ്റ് ഹർ ഫാമിലി ലൈഫ് എഫക്ട്സ് ഹർ എഫിഷ്യൻസി. അവരുടെ ഫാമിലി ലൈഫ് അവരുടെ എഫിഷ്യൻസിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരോട് റിസൈൻ ചെയ്യാൻ പറയും. അതുമാത്രമല്ല സീനിയോറിറ്റി ആൻഡ് പ്രൊമോഷൻ റൂൾസ് മെയിലിനും ഫീമെയിലിനും ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഈ കാരണം കൊണ്ട് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ഇങ്ങനത്തെ പ്രൊവിഷൻസ് വാസ് ഫൗണ്ട് ടു ബി വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 15. അടുത്തത് ആർട്ടിക്കിൾ 15 ക്ലോസ് 3 ആണ്. അതൊരു പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷനെ പറ്റിയാണ് പറയുന്നത്. ലൈക്ക് ഇപ്പം ആർട്ടിക്കിൾ 14ലും 15ലും റൈറ്റ് ടു ഇക്വാളിറ്റീനെയും പ്രൊഹിബിഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 പറയുന്നത് സ്റ്റേറ്റിന് ഒരു അതോറിറ്റി ഉണ്ട് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ വിമൻ്റെ ചിൽഡ്രൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്റ്റേറ്റിന് സ്പെഷ്യൽ ലോസ് ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 16 പറയുന്നത് ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ. അപ്പം മെന്നിനും വിമനും രണ്ടുപേർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എംപ്ലോയ്മെൻറ്റ്. പിന്നെ ഉള്ളത് ആർട്ടിക്കിൾ 19 ആണ്. ജനറൽ ഫ്രീഡത്തിനൊക്കെ പറ്റി പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ടു കണ്ടക്ട് ട്രേഡ്, ബിസിനസ്, അങ്ങനത്തെ ഉള്ള എല്ലാം 19 ക്ലോസ് A ടു 19 ക്ലോസ് G വരെയുള്ള എല്ലാ പ്രൊവിഷൻസ് ബോത്ത് മെന്നിനും വിമനും സെയിം ആണ്, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അത് കഴിഞ്ഞ് ആർട്ടിക്കിൾ 21 ആണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടീനെ പറ്റിയാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ C. രാജകുമാരി വേഴ്സസ് കമ്മീഷണർ ഓഫ് പോലീസ് ആണ്.
സോ ഈ കേസിൽ കോടതി പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ വിമനെ ഇൻഡീസെൻ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യുവാണ്, ആ റെപ്രസെൻറ്റേഷൻ ഈസ് ലൈക്ലി ടു എഫക്ട് ദ പബ്ലിക് മൊറാലിറ്റി, അല്ലെങ്കിൽ ഒരു വിമൻ്റെ പൊസിഷനെ ഡീഗ്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റസിന് ഡെറോഗേറ്ററി ആയിട്ടുള്ള രീതിയിലാണ് ആ റെപ്രസെൻറ്റേഷൻ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14 and 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ ഇറ്റ് വുഡ് ബി കൺസിഡേർഡ് ആസ് വയലേറ്റീവ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട്. അടുത്തത് ആർട്ടിക്കിൾ 23 ആണ്. ആർട്ടിക്കിൾ 23 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനാണ് പറയുന്നത്. സോ ട്രാഫിക്കിംഗ്, ഫോഴ്സ് ലേബർ അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസിനൊക്കെ അവർ പ്രൊഹിബിറ്റ് ചെയ്യണം. സോ വിശാൽജീത് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ കോടതി പറഞ്ഞു വെച്ചാൽ ട്രാഫിക്കിംഗ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഭയങ്കര പ്രിവലൻ്റ് ആണ്. സോ അവർ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 എനാക്ട് ചെയ്തു. ഇത് ട്രാഫിക്കിംഗ് മാത്രമല്ല പ്രിവെൻറ്റ് ചെയ്യുന്നത്, ദേവദാസി സിസ്റ്റം അങ്ങനത്തെ ഉള്ള പ്രാക്ടീസസും അവർ കർബ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ പോകുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. നമ്മുടെ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറയുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം ആർട്ടിക്കിൾ 36 ടു ആർട്ടിക്കിൾ 51. സോ ഇതിൽ നമ്മൾ കവർ ചെയ്യേണ്ട ആർട്ടിക്കിൾസ് പറഞ്ഞാൽ ആദ്യത്തേത് ആർട്ടിക്കിൾ 39 ക്ലോസ് എ, പിന്നെ ആർട്ടിക്കിൾ 39 ക്ലോസ് ഡി, പിന്നെ ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ അമെൻഡഡ് പ്രൊവിഷനാണ്, പിന്നെ ആർട്ടിക്കിൾ 42, ആർട്ടിക്കിൾ 44. സോ ആർട്ടിക്കിൾ 39 ക്ലോസ് എ പറയുന്നത് ബോത്ത് മെൻ ആൻഡ് വിമൻ ഹാവ് ഈക്വൽ റൈറ്റ് ഓഫ് ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആണ്. രണ്ടുപേർക്കും ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡിന് തുല്യമായ അവകാശമുണ്ട്. ആർട്ടിക്കിൾ 39 ക്ലോസ് ഡി പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ. മെന്നും വിമനും സെയിം എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഈക്വൽ പേ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ അമെൻഡഡ് പ്രൊവിഷനാണ്. അത് പറയുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആണ്. സോ ഹുസൈനറ ഖാട്ടൂൺ വേഴ്സസ് ഹോം സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് ബീഹാർ, ഈ കേസിൽ പറയുന്നത് സ്റ്റേറ്റിന് ഒരു ഡ്യൂട്ടി ഉണ്ട് ടു പ്രൊവൈഡ് എ ലോയർ ടു എ പുവർ പേഴ്സൺ ആൻഡ് ഇറ്റ് മസ്റ്റ് പേ ഫീ ടു ദ ലോയർ ആസ് ഫിക്സ്ഡ് ബൈ ദ കോർട്ട്. സോ പാവപ്പെട്ട ആൾക്കാർക്ക് ലോയറിനെ ഫിക്സ് ചെയ്യാനും ലോയറിന് എന്ത് ഫീസാണോ കൊടുക്കേണ്ടത് അത് സ്റ്റേറ്റ് കൊടുക്കണം എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. അടുത്തത് ആർട്ടിക്കിൾ 42 ആണ്. 42 ഒരു എംപ്ലോയറിൻ്റെ മേലുള്ള ഡ്യൂട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഒരു എംപ്ലോയറിന് ഒരു ഡ്യൂട്ടി ഉണ്ട് ടു എൻഷുർ ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഫോർ മെറ്റേണിറ്റി റിലീഫ്. സോ എംപ്ലോയീസിന് ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് കൊടുക്കുക, നല്ല രീതിയിൽ നല്ല വർക്കിംഗ് എൻവയൺമെൻറ്റ് ആയിരിക്കണം. അതുമാത്രമല്ല മെറ്റേണിറ്റി റിലീഫ് ആരെങ്കിലും ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കണം. അത് എംപ്ലോയറിൻ്റെ ഡ്യൂട്ടിയാണ്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റേറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ടു പ്രൊവൈഡ് എ യൂണിഫോം സിവിൽ കോഡ് ടു ദി എൻറ്റയർ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അടുത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ എ 42nd അമെൻമെൻറ്റ് 1976 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സി രാജകുമാരി വേഴ്സസ് കമ്മീഷണർ ഓഫ് പോലീസ് ഹൈദരാബാദിൻ്റെ കേസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ സ്പെസിഫിക്കലി പറയേണ്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ എ സബ് ക്ലോസ് ഇ ആണ്. അവിടെ പറയുന്നുണ്ട് ഇറ്റ് ഷെൽ ബി ദ ഡ്യൂട്ടി ഓഫ് സിറ്റിസൺ ടു റിനൗൺസ് പ്രാക്ടീസസ് വിച്ച് ഇസ് ഡെറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ. വിമൻ്റെ എതിരെയുള്ള എന്തെങ്കിലും ഒരു പ്രാക്ടീസസ് അത് ഡിസ്ക്രിമിനേറ്ററി അല്ലെങ്കിൽ ഡെറോഗേറ്ററി, ആ പ്രാക്ടീസസ് ഭയങ്കര ഡെറോഗേറ്ററി ആണ് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ലി ടു എഫക്ട് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രാക്ടീസിനൊക്കെ റിനൗൺസ് ചെയ്യണം എന്നാണ് ആർട്ടിക്കിൾ 51A ക്ലോസ് ഇ പറയുന്നത്. പിന്നെ ഉള്ളത് ആർട്ടിക്കിൾ 243 ആണ്. വിമൻ്റെ റിസർവേഷനെ പറ്റിയാണ് പറയുന്നത് ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റീസിലും. സോ 1992 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് വിമൻ്റെ റിസർവേഷൻ ഇൻ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 243 ക്ലോസ് ഡിയും ആർട്ടിക്കിൾ 243 ക്ലോസ് ടി ആണ് വിമൻ്റെ റിസർവേഷനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 243 ക്ലോസ് ഡി പഞ്ചായത്തിലെ റിസർവേഷനെ പറ്റി പറയുന്നു. അതിൽ പറയുന്നത് 1/3 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് വിമന് വേണ്ടി ആയിരിക്കണം. ആ പറയുന്ന വിമൻസ് ഡയറക്റ്റ് ഇലക്ഷൻ പ്രകാരമായിരിക്കണം ആ സീറ്റ്സ് എക്വയർ ചെയ്യേണ്ടത്. സോ 1/3 ഓഫ് ദ സീറ്റ്സ് ടോട്ടലി റിസർവ്ഡ് ആണ് വിമന് വേണ്ടി. ആർട്ടിക്കിൾ 243 ക്ലോസ് ടി ആണ് മുനിസിപ്പാലിറ്റിയിൽ വിമൻ്റെ സീറ്റിലെ റിസർവേഷനെ പറ്റി പറയുന്നത്. എങ്ങനെയാണോ പഞ്ചായത്തിൻ്റെ റിസർവേഷൻസ് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ റിസർവേഷൻസും ഉള്ളത്. 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് മുനിസിപ്പാലിറ്റീസിൽ വിമന് വേണ്ടി റിസർവ്ഡ് ആണ്. അത് ഡയറക്റ്റ് ഇലക്ഷൻസ് വഴിയായിരിക്കും വിമനെ ആ പൊസിഷനിലോട്ട് കയറ്റുന്നത്.
ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് ടി സുധാകർ റെഡ്ഡി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശ്. സോ ഈ കേസിൽ ആന്ധ്രാപ്രദേശ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1964 ഒരു റൂൾ പറയുന്നുണ്ട് ദാറ്റ് ദ രജിസ്ട്രാർ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റിക്ക് ഒരു പവറുണ്ട് ടു നോമിനേറ്റ് 2 വിമൻ മെമ്പേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് എലക്ഷൻ. എന്നിട്ട് ഈ പറയുന്ന വിമൻ മെമ്പേഴ്സിന് റൈറ്റ് ടു വോട്ടും ഉണ്ട്, അതേപോലെ കമ്മിറ്റിയിലെ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. സോ ഇതിൽ പെറ്റീഷണർ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഈസ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14 and 15, കാരണം വിമന് സ്പെഷ്യലി ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയെന്ന്. സോ സുപ്രീം കോടതി പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 15, കാരണം 15 clause 3 പറയുന്നുണ്ട് സ്റ്റേറ്റിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, സ്റ്റേറ്റിന് വിമൻ്റെയും ചിൽഡ്രൻ്റെയും ബെനിഫിറ്റിന് വേണ്ടി, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻസ് എനാക്ട് ചെയ്യാം. സോ ഇത്രയാണ് വിമൻ്റെ റിസർവേഷൻ പറ്റിയുള്ളത്.